UAE ICP ആപ്ലിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിന് തൊട്ട് താഴെ തന്നെ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതിൻ്റെ അകത്ത് അതർ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് പേഴ്സണൽ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് 5 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പാണ്. അതും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തേർഡ് സ്റ്റെപ്പ് ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മുടെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത്. ഓൾഡ് ഫോൺ നമ്പർ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പുതിയ ഫോൺ നമ്പർ, അതായത് ന്യൂ ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു OTP ലഭിക്കും. ആ OTP ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 4 ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഇമെയിൽ ID നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വരുന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിൽ എല്ലാ ഓപ്ഷൻസും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ശരിയാണോ എന്നുള്ളത് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്.